അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ പിന്നെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത്? മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, അവരുടെ അടുക്കലേക്ക് പോയാൽ ഖബറിൽ കിടക്കുന്ന ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട റൗദ ശരീഫിന്റെ ഉള്ളിൽ ഇബ്നയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ അവിടുന്ന് കിടക്കുന്നത്. ആ മുഖത്തേക്ക് നോക്കുന്നത് പോലെ മുഴുവനെ കണ്ണ് താഴേക്ക് താഴ്ത്തിയിടണം. കൈകൊണ്ടുപോയി ആ കഥ റൗദ ശരീഫിന്റെ ഉള്ളിലേക്ക് കൈകുത്തണം എന്നല്ല, അവന്റെ കണ്ണ് കൊണ്ടുപോയി റൗദ ശരീഫിന്റെ ഉള്ളിലേക്ക് താഴ്ത്തിയിടണം. വലിയ ബഹുമാനത്തോടെ നിൽക്കണം, ആദരവോടെ നിൽക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സിയാറത്ത് ചെയ്യാനാ വരുന്നത്, സിയാറത്ത് ഉദ്ദേശിച്ചിട്ടാ വരുന്നത്. അവിടെ എത്തിയാലും ഇങ്ങനെ കൈവക്കിയിട്ട് ഒരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ സിയാറത്തിന്റെ ഷർത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. കൈവക്കിയിട്ട് ഒരു ഫോട്ടോ കിട്ടിയാലേ സിയാറത്ത് പൂർത്തിയാകൂന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ, ഇത്തരം ആളുകളൊന്നും കൂർഗഭാഗത്തില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. അതേത് കഥേത് ഒരൊറ്റ കഥയെ ഖബറിന്റെ പുറത്തു അവിടെ എത്തിയിട്ട് കൈവക്കിയിട്ട് ദ്വാരക്കുന്ന ഫോട്ടോ എടുക്കല് സുന്നത്തേ ഇല്ല. സുന്നത്തില്ലാന്ന് മാത്രല്ല, അവിടെ സുന്നത്തില്ലാന്ന് മാത്രല്ല, ചിലപ്പോൾ അത് അദബുകേടാണ്. ചില ആളുകൾ റൗദ ശരീഫിന്റെ അടുക്കലേക്ക് പോയി പിക്ചർ പിടിക്കും, അത് വലിയ ബഹുമാനാണ് എന്നാ ചില ആളുകൾ മനസ്സിലാക്കുന്നത്. റൗദ ശരീഫിന്റെ അടുക്കൽ പോയി ഇങ്ങനെ നിൽക്കും, പിൻഭാഗം റൗദ ശരീഫിലേക്ക് തിരിച്ചു നോക്കും, എന്നിട്ടോ അവന്റെ സെൽഫി എടുക്കാനുള്ള പരിപാടിയാണ്. ആരിലേക്കാ ദീനിന്റെ പിൻഭാഗം തിരിച്ചു വെച്ചത് എന്നറിയോ? ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിലേക്ക് ഇതിന്റെ പിൻഭാഗം തിരിച്ചു വെച്ചിട്ട് സെൽഫി എടുക്കുന്ന പരിപാടിയില്ലേ, ചിത്രം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പരിപാടിയില്ലേ, കൈയൊഴിക്കണേ, അടവുകേടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലെത്തിയാൽ തമാശ കളിക്കേണ്ട സ്ഥലമല്ലത്, പിക്ചർ എടുത്ത് കളിക്കേണ്ട സ്ഥലമല്ലത്, ഫോട്ടോഗ്രാഫി പഠിക്കേണ്ട സ്ഥലമല്ലത്. അവിടെ എത്തിയിട്ട് ജനങ്ങളെയൊക്കെ ഒരു സിയാറത്ത് ചെയ്തു എന്നറിയിക്കാനാണോ? സിയാറത്ത് അറിയിച്ചത് കൊണ്ട് എന്ത് കിട്ടാനാണ്? കിട്ടേണ്ടത് റബ്ബിന്റെ അടുക്കൽ മർദിയാകലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു, ഓ ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ശരീഫിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് സലാം പറഞ്ഞു. വകയിലല്ല, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇലാഹിൽ പറഞ്ഞതാണ് അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു. അങ്ങനെ തുടങ്ങി നീണ്ടൊരു സലാമുണ്ട്. അത് മൊബൈലിൽ എടുത്തിട്ട് ചൊല്ലാൻ പറ്റുമോ? ചൊല്ലിക്കോളൂ. അല്ലാതെ അവിടെ എത്തിയിട്ട് സലാം പറയുന്നതിന് പകരം എങ്ങനെയുണ്ട് ഒരു ചിത്രം പിടിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന സ്വഭാവമില്ലേ? കൈയൊഴിക്കേണ്ടതാ. റൗദ ശരീഫിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അവിടത്തോട് തഅലീമോടുകൂടെ ബഹുമാനത്തോട് ആദരവോടുകൂടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, റൗദ ശരീഫിന്റെ ഉള്ളിലേക്ക് നോക്കുന്നത് പോലെ നോക്കിയിട്ട് ഈ സലാം പറഞ്ഞു. ഈമാനുള്ള വിശ്വാസികളെ, ഇതാണ് സിയാറത്തിന്റെ അദബ്. അവിടെ കൊണ്ടുപോയി ചുമരിന്റെ മേലെ പോയി അങ്ങ് വീഴലല്ല, അവിടെയുള്ള ചുമര് പോയി പിടിച്ച് പറിച്ചെടുക്കലല്ല, അവിടെയുള്ള ചുമരിന്റെ മേലെ പോയി ചുംബിക്കലല്ല, അവിടെ പോയി അങ്ങ് വീഴലല്ല, അവിടെ സുജൂദ് ചെയ്യലല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഏറ്റവും നല്ല അദബാ ഞാൻ പറഞ്ഞത്. വലിയ ബഹുമാനത്തോടെ നിൽക്കണം, ആദരവോടെ നിൽക്കണം, ആരെ മുന്നിലാ നിൽക്കുന്നത് എന്ന ബോധത്തോടെ നിൽക്കണം.